ഒരു നേരമെങ്കിലും ദൈവത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കണമെന്നായിരുന്നു ആ ബാലന്റെ ആഗ്രഹം. കുറച്ച് ബ്രെഡുമായി അവൻ ദൈവത്തെ തേടിയിറങ്ങി. കുറച്ചു ദൂരം നടന്ന ശേഷം വഴിയരികിൽ കണ്ട വൃദ്ധയുടെ അടുത്തിരുന്ന് അവൻ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി. ഒരെണ്ണം അവർക്കും കൊടുത്തു. അവര് സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് വീണ്ടും അവൻ 2-3 കൂടി കൊടുത്തു. വൈകിട്ട് സന്തോഷത്തോടെ വീട്ടിലെത്തിയ ബാലൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്ന് ദൈവത്തിന്റെ കൂടെയാണ് ഭക്ഷണം കഴിച്ചത്. വൃദ്ധയുടെ സന്തോഷം കണ്ട അയൽക്കാർ കാര്യം തിരക്കിയപ്പോൾ അവരും പറഞ്ഞു, ഞാൻ ഇന്ന് ദൈവത്തിന്റെ കൂടെയാണ് ഭക്ഷണം കഴിച്ചതെന്ന്. പ്രിയമുള്ളവരെ, സൃഷ്ടികളിലെല്ലാം സൃഷ്ടാവുണ്ടെന്ന തിരിച്ചറിവാണ് ഈശ്വരാവബോധം. അയൽപ്പക്കത്തോ അയൽനാട്ടിലോ ഉള്ള ആളുകളിലൊന്നും ദൈവത്തെ കാണാൻ കഴിയാത്തവർക്ക് ആരാധനാലയങ്ങളിലും ദൈവത്തെ കാണാൻ കഴിയില്ല. ദൈവത്തെ സേവിക്കാൻ ആശ്രമങ്ങൾ വേണമെന്നില്ല. നമ്മുടെ ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചാൽ മതി. അവിടെ ആരോടും പറയാത്ത ആവശ്യങ്ങളുമായി നിൽക്കുന്ന അനേകരുണ്ട്. കരഞ്ഞ് കണ്ണീര് പറ്റിയവരുണ്ട്, വിശന്ന് വയറൊട്ടിയവരുണ്ട്, സ്നേഹിക്കാൻ ആരുമില്ലാത്തവരുണ്ട്, വസ്ത്രമോ പാർപ്പിടമോ ഇല്ലാത്തവരുണ്ട്, മരണം കാത്ത് കഴിയുന്നവരുണ്ട്. മനുഷ്യരൂപത്തിലെ ഈശ്വരന് പ്രത്യക്ഷപ്പെടാൻ നോക്കൂ. ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരാളാവുക എന്നതാണ് ഈശ്വര ദർശനം എന്നറിയുക.